ജീവിതത്തിൽ എന്തെങ്കിലും സൂര്യൻ ഉദിച്ച് വന്ന് ആ ഇരുട്ട് മാറി ഒരു വെളിച്ചം പരക്കുന്നത് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ടൊന്ന് പരിശ്രമിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചിലര് ആകാശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത് അനുഭവിച്ചിട്ടുള്ളവരുണ്ട്, തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ അവനവൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങി നിന്ന് ആ പ്രഭാതത്തെ ഒന്ന് നോക്കി കാണുന്നത് നല്ലതാണ്. ഒത്തിരി ആത്മീയ ചിന്തകൾ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പ്രഭാതത്തെ വീക്ഷിക്കുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒന്ന് വീണ്ടും ഉയർത്ത് വരാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷ. എന്തെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളുടെ, വേദനകളുടെ, സങ്കടങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ, ദുരിതങ്ങളുടെ ഒക്കെ കയത്തിൽ അകപ്പെട്ടു പോയാലും അവിടെ നിന്നും നമ്മൾ പുറത്തു വരും. നമ്മൾ മുങ്ങി താഴ്ന്നു എന്ന് വിചാരിക്കുമ്പോഴും, നമ്മൾ മുക്കി താഴ്ത്തി എന്ന് മറ്റുള്ളവർ കരുതുമ്പോഴും ഒരു സത്യം അവശേഷിക്കുന്നു: നമ്മൾ വീണ്ടും പുറത്തു വരും. അതെങ്ങനെയാ പുറത്തു വരുന്നത്? കൂടുതൽ ശോഭയോടെ പുറത്തു വരിക മാത്രമല്ല, കൂടുതൽ ശോഭയോടെ നമ്മൾ പരക്കുകയും ചെയ്യും. അതിൻ്റെ ആ അവസ്ഥയാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ പതുക്കെ ഈ സൂര്യൻ മെല്ലെ ഉദിച്ച് ഉയർന്ന് വരുന്നത് കാണുമ്പോൾ പതുക്കെ ആ ചുറ്റുമുള്ള അന്ധകാരം അങ്ങ് മാറുകയാണ്. അപ്പം അന്ധകാരത്തെ നീക്കിക്കൊണ്ട് പ്രകാശത്തിന് ജീവൻ ലഭിക്കും, പുനർജീവൻ ലഭിക്കും എന്നുള്ളതിൻ്റെ പ്രതീക്ഷ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം നാം രണ്ടാമതായി ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം എന്തുമാത്രം നന്നായി പ്രശോഭിക്കുന്നുവോ അത്രമാത്രമായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള അന്ധകാരം നീങ്ങുന്നതെന്ന്. ഒരു നിമിഷം സാങ്കല്പികമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഉദിച്ചു, അവിടെ അങ്ങ് നിന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുന്നത്? അത്രയും പ്രകാശം അവിടെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം അത്രയും അന്ധകാരം അവിടെ നിലനിൽക്കും. പക്ഷേ അങ്ങനെ ഉയർന്ന് പ്രകാശിച്ചു വരുന്തോറും സംഭവിക്കുന്നത് പ്രകാശം പരക്കുക എന്നുള്ള യാഥാർത്ഥ്യം മാത്രമല്ല, അന്ധകാരം നീങ്ങിപ്പോവുക എന്നുള്ള യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഒരു ഗ്ലാസ്സിലെ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട്, പകുതി വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് അതിന് നോക്കിക്കാണുന്ന രണ്ട് വിധമുണ്ടല്ലോ. ഒരാൾ പറയും ഗ്ലാസ്സിൽ പകുതി വെള്ളമൊന്നും ഉള്ളൂ എന്ന് പറയും, മറ്റൊരാൾ പറയും ഈ ഗ്ലാസ് പകുതി ശൂന്യമാണെന്ന് പറയും. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും പ്രശോഭിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള അന്ധകാരം നീങ്ങുകയുള്ളൂ. നമ്മൾ അലസരായി അല്ലെങ്കിൽ നിർവികാരതയോടുകൂടി ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായി നമ്മുടെ ജീവിതത്തെ തള്ളി നീക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം: നമ്മിലെ അന്ധകാരവും മാറുന്നില്ല, നമുക്ക് ചുറ്റുമുള്ള അന്ധകാരവും മാറുന്നുമില്ല, നമ്മൾ മാറ്റുന്നുമില്ല. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും നിഷ്ക്രിയത്വവും നിശബ്ദതയും അലസതയും വഴിയായിട്ട് സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ് നഷ്ടമെന്നുള്ളതും, നാം വഴിയായിട്ട് ഈ ലോകത്ത് ലഭിക്കേണ്ടിരുന്ന പ്രകാശം ലഭിക്കാതിരുന്നത് മൂലം മറ്റുള്ളവയ്ക്കും നമ്മുടെ ആവാസ വ്യവസ്ഥിതിക്കും ഈ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഊർജ്ജസ്വലതയോടെയും ജീവിക്കണം, പ്രവർത്തിക്കണം എന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവവും നമ്മുടെ ചുറ്റുപാടും ഈ പ്രകൃതിയും പ്രതീക്ഷിക്കുന്നത് ഓരോ ദിവസവും നമുക്കൊരു പുതിയ ജീവൻ തരുന്നത്, ആ പുതിയ
ജീവൻ്റെ വെളിച്ചത്തിലൂടെ നമ്മിലെ അന്ധകാരം മാറ്റുവാനും നമ്മളിലൂടെ മറ്റുള്ളവരുടെ അന്ധകാരം മാറ്റാനുമാണ്. നമ്മൾ ഉണരാതിരുന്നാൽ, നമ്മൾ പ്രശോഭിക്കാതിരുന്നാൽ, നമ്മൾ അലസരായിരുന്നാൽ, നിഷ്ക്രിയരായിരുന്നാൽ, നിശബ്ദമായിരുന്നാൽ അത്രയ്ക്ക് അന്ധകാരം അല്ലെങ്കിൽ അത്രമാത്രം അന്ധകാരം നമ്മിലും നമ്മുടെ ചുറ്റുമുള്ളവരിലും നിലനിൽക്കും. അങ്ങനെ അന്ധകാരത്തെ മാറ്റാനുള്ളവനാണ് ഞാൻ എന്നുള്ള ചിന്തയോടുകൂടി ഉണർന്ന് പ്രശോഭിക്കാൻ നമുക്ക് കഴിയട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.